ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. എണീറ്റ് വന്ന് മുഖം എല്ലാം ഒന്ന് കഴുകിച്ച് അടുക്കളയിലോട്ട് കയറിയതാണ്. മീൻ വെട്ടാനായിട്ട്. അപ്പം മീൻ വെട്ടിയത് അടുപ്പയിൽ ഒന്ന് കറി സെറ്റാക്കി വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. രാവിലെ എന്നെ ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രാവിലെ മീൻകറി എന്ന് പറയുമ്പോഴേ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇപ്പോൾ രാവിലെ എന്നതാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ മീനൊക്കെ ഇനിയിപ്പോൾ വെട്ടാനായിട്ട് തുടങ്ങുകയാണ്. അതിലൊന്ന് വെട്ടി ഒന്ന് റെഡിയാക്കട്ടെ. റെഡിയാക്കി വെച്ച് വേണം ഇനി പോയി കുളിക്കാനായിട്ട്. ആക്ച്വലി 6 മണിയൊക്കെ കഴിഞ്ഞു. ഒരു 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. വെട്ടമൊന്നും വീണിട്ടില്ല. നേരം വെളുത്തൊക്കെ വരുന്നുള്ളൂ. ഇപ്പം താമസിച്ചാണ് നേരം വെളുക്കുന്നതും താമസിച്ചാണ് സന്ധ്യയാകുന്നതും. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു രാവിലെ നേരം വെളുക്കാൻ താമസം വരുന്നത്. പിന്നെയുള്ള ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അച്ഛൻ കണ്ണനൊക്കെ അലാറൊക്കെ കൂടെ കേട്ടു, പക്ഷെ എണീറ്റിട്ടൊന്നുമില്ല. ഇനി അവരെയും കൂടെ വിളിച്ചൊക്കെ എണീപ്പിക്കണം. മീനൊക്കെ വെട്ടിച്ച് വേണം അവരെ വിളിച്ച് എണീപ്പിക്കാനായിട്ട്. അതിലൊന്ന് റെഡിയാക്കട്ടെ. ഇതത്ര രുചിയുള്ള അയലയല്ല കേട്ടോ. ഇത് കാണുമ്പോഴേ അറിയാം ഇതത്ര രുചിയുള്ളതല്ല. ഇത് കണ്ടോ, ഒരുമാതിരി പരന്ന സൈസ് അയല. ഈ പരന്ന സൈസ് അയലയ്ക്ക് വലിയ രുചി ഉണ്ടാകത്തില്ല. അതേസമയം ഇന്നലത്തെ ഇച്ചിരി പച്ചയല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, നല്ല രുചി ഉണ്ടായിരുന്നു അയലയ്ക്ക്. ഇനി മീനെല്ലാം വെട്ടിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാനായിട്ട്. നല്ല വൈകിട്ട് വെട്ടി വെക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് വൈകിട്ട് ഇനി മീൻ വെട്ടി വെച്ച് പിന്നെയും കയറി കുളിക്കണം. മീനൊക്കെ വെട്ടി വെച്ച് ഇങ്ങനെ കിടക്കണം. അതുകൊണ്ട് ഓർത്തിനി രാവിലെ ഇങ്ങനെ മീൻ വെട്ടിയിട്ടാണെങ്കിൽ പിന്നെ ഫ്രീസറിലിട്ടല്ലോ കേട്ടോ, ഫ്രിഡ്ജിലിട്ടല്ലോ വെച്ചാൽ ഫ്രീസർ വെച്ചാൽ രാവിലെ ഈ സമയത്ത് എടുക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും അതങ്ങ് തണുത്തിരിക്കും. ഐസായിട്ടിരിക്കും. വെട്ട് വരുമ്പോഴത്തേക്ക് ഐസ് പോയി വരാൻ തന്നെ കുറേ സമയം എടുക്കും. ഇത് മുഴുവൻ ഇങ്ങനെ വെട്ടിയെടുക്കട്ടെ. ഇവിടെ രാവിലെ പാലെടുക്കുന്നതാണ്. ഇവിടെ കവർ പാലാണ് മേടിക്കുന്നത്. കവർ പാൽ ഇരിപ്പുണ്ടെങ്കിൽ രാവിലെ തന്നെ എടുക്കും, ഇല്ലെങ്കിൽ കടുങ്കാപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇവർ സ്കൂളിലും കൂടെ പോകുന്ന സമയമായതുകൊണ്ട് കടുങ്കാപ്പി ആദ്യം എടുത്തേച്ച് പിന്നെ ഇവർക്ക് ചായ അങ്ങനെയൊന്നും കുടിച്ചേച്ച് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് രാവിലെ അങ്ങ് എടുക്കുക ചെയ്യുന്നത്. അപ്പം രാവിലെ കണ്ണൻ എണീറ്റു, അച്ചു എണീറ്റില്ല. അവൾ ഇന്നലെ ഒത്തിരി താമസിച്ചൊക്കെ കിടന്നത്. ഇന്നലെ കുറേ എഴുതാനും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ടുണ്ട് രാവിലെ എന്നെ വിളിച്ച് എണീപ്പിച്ചേക്കല്ലേന്ന്. എന്നാലും എണീക്കും കേട്ടോ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അവൾ എണീറ്റ് വരും. അപ്പം കണ്ണൻ രാവിലെ ഉണ്ട്. അവന് രാവിലെ ചായയൊക്കെ കൊടുത്തേച്ച് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും കടുപ്പം കണ്ട് ചായക്ക് ഇത്രയും കടുപ്പത്തിലൊക്കെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കണ്ടേ. ഇത് ബൂസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും കടുപ്പം ഇരിക്കുന്നത്.
എണീറ്റോടാ. എന്നാ രണ്ടു പേർക്കും എന്നാടാ ഉറക്കം വരുന്നോ? കുളിച്ച് കഴിയുമ്പോൾ ഉറക്കം വരെ അങ്ങ് പൊക്കോളും. ചൂടുണ്ട്. ഇത് കണ്ടോ, ഒരുത്തൻ രാവിലെ ബൂസ്റ്റിൻ്റെ പൊടി മതി കണ്ണ വന്നു മതി ഇടാ. ആ ഇപ്പോഴും ഉണ്ടോ നിങ്ങളുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഈ സ്വഭാവം? ഒരു കുഞ്ഞിലേ മുതലിങ്ങനെ കേട്ടോ, ഇതിൻ്റെ പൊടി ബൂസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അന്നേരം അവർ ഇപ്പം അച്ചു ഇത് വേണമെങ്കിൽ ഉടനെ അച്ചു പറയും അമ്മേ എനിക്ക് തന്നില്ല എന്ന് പറയും. ഇങ്ങനെ കേട്ടോ കുടിക്കുന്നു. അച്ചു വാമോനെ, ഇന്ന് ഇത് ചൂടോടെ കുടിക്കാൻ നേരം ഇങ്ങി ബാ, എൻ്റെ മക്കൾ ഇങ്ങി ബാ. ബാടാ. ഇതന്നെ ഈ മുടി കെട്ടി വെക്കാന്നാണോ കിടന്നേ? പിന്നെ അഴിഞ്ഞ് കിടക്കുന്നത്. മക്കളെ ഇതൊന്ന് പിടിച്ചെടി എന്നാ കേട്ടൊന്ന്. അതിനകത്ത് മീൻകറി ഇരിപ്പുണ്ടല്ലേ. കറി ഒഴിക്കട്ടെ. മീൻ സൈഡിലോട്ട് വെക്കാം. കൊച്ചു മീനായിരുന്നു കേട്ടോ, കൊച്ചു സൈസ് അയലായിരുന്നു. നമ്മളുള്ള മീൻ ഇപ്പം വാങ്ങിക്കുന്നത് ആകെപ്പടം മത്തി ഇരിപ്പുണ്ട്, കൊച്ചു മത്തി. ആ സമയത്ത് കൊണ്ട് നീ എങ്ങനെ കിട്ടും? നിനക്കും ചാറൊഴിക്കട്ടെ വെച്ചു. സ്കൂളിൽ കൊണ്ടുവന്നത് മതി വെച്ചിന് ഗ്രേവി. അവള് താമസിച്ച് വെച്ച് ചെരുപ്പിടും അകത്ത് വെച്ചിരിക്കണോ? താക്കോലില്ലേ ബാസയുടെ സ്കൂട്ടർ? ബാസയുടെ സാധാരണ സ്കൂട്ടർ എടുത്താൽ താക്കോൽ എന്നാലും ഇടില്ല പരിപാടി. ഇവിടെ ഇരിക്കുന്ന ചെടിക്കൊന്നും ഇന്നലെ വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ഇല്ലേ, മഹാത്ഭുതം. അച്ഛൻ താക്കോലും കൂടി എടുത്ത് താക്കോലിൻ്റെ അടുത്ത് തൂക്കിയിട്ടുണ്ട്. സാധാരണ എന്നും വണ്ടി താക്കോലിട്ടിച്ച് പോകുന്ന. ആ വള്ളി ഇതേണ്ട അതിൻ്റെ തൂങ്ങിക്കിടക്കോ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, പൊക്കും. ചെളി പറ്റുമെന്നേ ഉള്ളൂ. കേട്ടാ. അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. പ്രത്യേകിച്ച് രാവിലെ വെച്ചാൽ മീൻകറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ തോരനും മെഴുക്കോട്ടിയും കൊണ്ട് വെച്ചാൽ ചോറ് വെക്കണം. ഇത്രയും പണി ഇനി രാവിലെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനൊന്ന് സെറ്റാക്കട്ടെ. കൊണ്ടുപോകാനുള്ളതിൻ്റെയൊക്കെ എടുത്തതിൻ്റെയും എല്ലാം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇതാക്കി വെച്ചൊക്കെ ഇനി ഡൈനിങ് ടേബിളെല്ലാം ഒന്ന് വൃത്തിയാക്കി അതാദ്യം സെറ്റാക്കിയിട്ട് വേണം ബാക്കി ജോലി ചെയ്യാനായിട്ട്. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. കഴിഞ്ഞ ദിവസം ദീപാച്ചി തന്ന ആമ്പലിൻ്റെ മുഴുവൻ തൈകളും പോയി കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് തന്നാണേ, നട്ടിട്ടുണ്ട്. ശരിയാവില്ലെന്ന് അറിയത്തില്ല. ഇതിനകത്ത് രണ്ടൊന്ന് ഗപ്പിക്കുഞ്ഞുങ്ങളെ കൂടി ഇടാനായിട്ട്. ഗപ്പി ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് കൂത്താടി വരുവേ. അപ്പോൾ ഗപ്പി ഇടാമെങ്കിൽ കൂത്താടിയുടെ ശല്യം ഉണ്ടാകത്തില്ല. അതിന് വേണ്ടി ഇന്ന് അടുപ്പയിലല്ല കേട്ടോ അരിയിട്ട്, ഇന്ന് ഗ്യാസിലാണ്. അപ്പം കുക്കറിലോട്ട് ഇനി ചോറ് തിളച്ചേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല വേവുള്ള അരിയാണ്. ഞാൻ കുറച്ച് നേരം തിളച്ചേച്ച് പിന്നെ അടുപ്പയിലോട്ട് കുറച്ച് നേരം ഇട്ടിങ്ങനെ തിളപ്പിച്ച് തീ കുറച്ചിട്ട് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് പിന്നെ കുക്കറിലോട്ട് വെക്കും. കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞേച്ച്
പിന്നെ ഇത് എടുക്കുമ്പോഴും ഞാൻ തിളപ്പിച്ചിട്ട് എടുക്കത്തില്ല. അത് ഏത് അരി ഇട്ട് വെച്ചാലും അതെ കേട്ടോ. അപ്പോൾ ഇനി കുക്കറിലോട്ട് ഇനി ചോറെടുത്ത് വെക്കട്ടെ. ഇത് സ്റ്റീലിൻ്റെ ആയിട്ട് നല്ലപോലെ ചൂട് നിൽക്കും. നേരത്തെ എനിക്ക് ജാക്സണിൻ്റെ ഉണ്ടായിരുന്നേ, പക്ഷെ അതിനകത്തുണ്ടല്ലോ അത്ര നല്ല ഇതായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതിനകത്ത് നല്ലപോലെ നമ്മൾ ചൂട് നിൽക്കും. ഇപ്പോൾ ഈ ചോറ് ഇത് ഒന്നും കൂടെ ഗ്യാസ് വെച്ച് തിളപ്പിച്ച് ചൂറ്റിയൊക്കെ കഴിഞ്ഞാലും ഇതിനകത്തോട്ട് എടുത്ത് വെക്കണമെങ്കിൽ അതുപോലെ തന്നെ ചൂടായിട്ടിരുന്നുള്ളൂ. നമ്മൾ അന്നേരം അടുപ്പിൽ നൂറ്റിയ പോലെ ഇരിക്കും ചോറ്, അത്രയ്ക്ക് ചൂടായിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇനി കുക്കറിലേക്ക് ചോറ് വെച്ചു. പാവയ്ക്കാൻ മെഴുക്കോട്ട് വെക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞെടുത്തേക്കുവാണേ. ഇനി ഇച്ചിരി ബീൻസും കൂടെ അരിഞ്ഞെടുത്തേച്ച് ഒന്നിച്ചെല്ലാം കൂടെ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. ബീൻസ് ഇവിടെ നിന്നാണ് അരിയുന്നത്. ഇപ്പം ഞാൻ ചോറ് ഊറ്റാനായിട്ട് ചോറെടുത്ത് കുക്കറിലേക്ക് വെക്കാൻ വേണ്ടി ഇപ്പം അങ്ങോട്ട് പോയതാണ്. ബീൻസ് ഇന്നലെ കണ്ണനാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡൊക്കെ നാരൊക്കെ കളഞ്ഞ് എനിക്ക് എടുത്ത് വെച്ച് തന്നു കേട്ടോ. അമ്മ കിടന്ന് ഒത്തിരി ജോലി ചെയ്യും. ചില സമയത്ത് പാവം തോന്നുന്നേ, അതിൻ്റെ വർത്താനവും പറച്ചിലൊക്കെ കാണും. ചില സമയത്തുണ്ടല്ലോ എടുത്ത് കിണറ്റിയിടാൻ തോന്നും, അങ്ങനത്തെ സ്വഭാവമാണ്. ബീൻസ് തോരൻ വെക്കാനായിട്ട് തുടങ്ങുവാണേ. അപ്പം കഴിഞ്ഞ ദിവസം ജോമ ഒരു കമൻറ്റിലൂടെ പറഞ്ഞായിരുന്നു, പിള്ളേർക്ക് ഫുഡ് കൊടുത്തു വിടുന്നത് മസാല ദോശ കൊടുത്തു വിട്ടതിൻ്റെ അല്ല, ഇടാൻ നിനക്കൂടെ കഴിക്കാൻ കിട്ടുമോ, ഒരെണ്ണം കൂടെ വെക്കട്ടെ എന്നൊക്കെ. ഇവർ കൂട്ടുകാർ കൂടിക്കുന്നതാണ് കഴിക്കുന്നത്. പിന്നെ പിള്ളേരൊക്കെ ഇല്ല, ഒരു രസമാണ് ഇങ്ങനെ. ഇതൊക്കെ പിന്നീട് ഓർത്തിരിക്കാനായിട്ടുള്ള ഓരോരോ സന്തോഷകരമായ കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന സ്കൂളിലെ കാര്യങ്ങൾ. ബീൻസ് തോരനിലെ കടുക് ഇട്ടിട്ട് അതിലേക്ക് ബീൻസും കൂടി ഇട്ട് സവാളയും പച്ചമുളകും ഞാനകത്ത് ഉണ്ടമുളകായിട്ട് ഇട്ടേക്കുന്നത്. തോരൻ വെക്കുന്നതിനൊക്കെ മിക്കപ്പോഴും ഞാൻ നമ്മുടെ ആ ഉരുണ്ടമുളക് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതേ ചേർക്കത്തുള്ളൂ. എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം. അതും സവാളയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിനി ഇട്ട് ഉപ്പെടുക്കട്ടെ. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് വേകുമ്പോഴത്തേക്കിനി ഇതിനുള്ളത് ചതച്ചെടുക്കും. പാവയ്ക്കാൻ മെഴുക്കോട്ട് കണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിൽ അങ്ങനെ അധികം വറക്കലൊന്നുമില്ല ഇവിടെ. മീനൊക്കെ വറക്കുന്നതിനകത്താണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മീൻ കറി, അവിയൽ, പിന്നെ അത്യാവശ്യം കടുക് വറക്കുന്നതിനുമൊക്കെ വെളിച്ചെണ്ണ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും ഈ വെജിറ്റബിൾ ഓയിലാണ് കൂടുതലും എടുക്കുന്നത്. ഇത് വേവിച്ച പാവയ്ക്കല്ല കേട്ടോ, പച്ചയാണ്, എണ്ണയിലിട്ട് വഴറ്റിയാണ് എടുക്കുന്നത് മെഴുക്കുവരട്ടിക്ക്. ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് വാട്ടിയെടുത്തേച്ച് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാറുണ്ട്. ചിലപ്പോൾ പിന്നെ ഇതുപോലെ എളുപ്പപ്പണിയായിട്ട് ഇങ്ങനെ ചെയ്യും. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ അതിൽ ഇനി ഇത് ചേർക്കത്തുള്ള പച്ചമുളക്, സവോള ഇടും, പിന്നെ ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഇടുകയില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ പാവയ്ക്കും കോവയ്ക്കും അങ്ങനെ അധികം വലിയ ഇതായിട്ട് ഞാൻ ചേർക്കത്തില്ലേ സവോള. പാവയ്ക്ക മെഴുക്കോട്ടൊഴിക്കുന്നു. ഇനി മീൻ ഇടണം. നമ്മുടെ ബീൻസ് വെന്തു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കണം. ഞാൻ വെളുത്തുള്ളി 2 കഷ്ണം എടുക്കണം. വെളുത്തുള്ളി എടുത്ത് വെച്ച് ഇതിങ്ങനെ ഈ പേപ്പറിലോട്ട് വെച്ച് ഒന്ന് നല്ലപോലെ ചതയ്ക്കും കേട്ടോ. ഇങ്ങനെ ഒരിച്ചിരി ഒന്ന് ചതച്ച് ഇതായിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇത് തൊലി കളയാതാണ് വെച്ച് ചതയ്ക്കുന്നത്. എന്നിട്ടേ തൊലി കളയത്തുള്ളൂ.
തൊലി കളഞ്ഞ് വെളുത്തുള്ളി എടുക്കും. വെളുത്തുള്ളി എടുത്തേച്ച് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കും. എന്നോട് വിജി എന്ന് ചോദിച്ചായിരുന്നു പച്ച കളർ ഇരിക്കുന്നതിന് മഞ്ഞളെ ചേർക്കത്തുള്ളൂ കേട്ടോ. ഞാൻ മുളക് പൊടി ചേർക്കത്തില്ല. പിന്നെ ആവശ്യമുള്ള ജീരകപ്പൊടിയും കൂടെ ചേർത്തേച്ച്, ഇത് ബീൻസിനാണേ, ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇത് നല്ലപോലെ അങ്ങ് ഇങ്ങനെ കുഴച്ചെടുക്കും. നമ്മൾ ചതച്ചെടുക്കുന്നത് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതെന്നാന്നറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് മടിയാന്നേ പാത്രം കഴുകാനായിട്ട്, ഭയങ്കര മടിയാണ് പാത്രം കഴുകുക എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ, ചില സമയത്ത് ഒത്തിരി പാത്രം കാണാം. നേരം പ്രത്യേകിച്ച് ഈ മിക്സിയൊക്കെ കഴുകാൻ ഇച്ചിരി മടിയാണ്. നേരം ഇതിനകത്തെടുത്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കല്ലെ ചതച്ചോടെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒത്തിരി വലിയ കഷ്ണമായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി ഇട്ടാൽ പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് ഞാനിത് അതിനകത്തോട്ട് ചേർത്ത് എടുക്കും കേട്ടോ. ഇപ്പം നമ്മൾ കല്ലെ ചതച്ച പോലെ ഇരിക്കുന്നില്ലേ. എന്നിട്ട് ഈ അരപ്പ് മുഴുവൻ ഇതിലേക്ക് ചേർക്കും. ഞാൻ പയറിനൊക്കെ ചില സമയത്ത് ഇങ്ങനെ ചെയ്യും കേട്ടോ. ചിലപ്പോഴൊക്കെ ഉള്ളൂ മിക്സിയിലിട്ട് തേങ്ങ എങ്ങനെയൊക്കെ ഒരു വല്ലാതൊക്കെ ഞാനിപ്പോഴും ചെറുതായിട്ട് ചിരണ്ടി എടുക്കത്തുള്ളൂ. നേരെ നമുക്ക് എളുപ്പമുണ്ട്. എന്നിട്ട് ആ പാത്രം കൂടെ കഴുകി അതിനകത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ച്, ഇതിവിടെ ഇവർക്കാർക്കും അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതൊന്നും അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ സ്വന്തമായിട്ട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ പരസ്യമായി. പിന്നെ ഒരു കാര്യമുണ്ട്, ചേട്ടൻ ഈ വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ചേട്ടൻ അറിയാൻ പോകുന്നില്ല, പിള്ളേരും ഇല്ല. അങ്ങനെ നമ്മുടെ ബീൻസ് തോരനകത്തോട്ട് അരപ്പും എല്ലാം കൂടി ഇട്ട് ചേർത്ത്, എന്നിട്ട് ശകലം വെള്ളമായി അതിനകത്തുണ്ട്, അതങ്ങ് മൂടി വെച്ച് കഴിയുമ്പോണ്ടല്ലോ അതിനകത്ത് അരപ്പും സെറ്റാകും. അത് ഒന്നും കൂടി ഇതായിട്ട് കിട്ടും. ഇതിലേക്ക് ഇനി പച്ചമുളകും കൂടെ ചേർത്തു. പാവയ്ക്ക നല്ലപോലെ വാടി കേട്ടോ, ശരിക്കും ഒന്ന് വാടി. അതിന് പച്ചമുളകും കൂടി ഇട്ടാൽ ഒന്ന് സെറ്റാക്കി എടുത്താൽ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. പിന്നെ മീൻ ഒരു സൈഡ് വറുത്തു, ഇനി ഇപ്പുറത്തെ സൈഡിട്ട് തിരിച്ചിടുവാണ്. ഇനി നമുക്ക് മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ ഇനിയിപ്പം ചോറും കൂടെ ഊറ്റിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയായി. ബീൻസ് വെന്തു. ഇനി ഇത് കാണുമ്പോൾ ആരും വിചാരിച്ചേക്കല്ല ഞാൻ ഇനി ഇങ്ങനെയാണോ എല്ലാം ചെയ്യുന്നത് കേട്ടോ. എല്ലാം ഒന്നുമില്ല കേട്ടോ. ചില സമയത്തൊക്കെ അതിന് പറ്റുന്ന തരത്തിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ചെയ്യുന്ന. അല്ലെങ്കിൽ മിക്സി ചതച്ചോ അല്ലെങ്കിൽ കല്ലേ ചതച്ചോ ഒക്കെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഇത് കണ്ടേ ചിലർ ഓർക്കോ ഇങ്ങനെയാണോ അപ്പോൾ എല്ലാം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റമൊന്നും പറഞ്ഞേക്കരുതേ. പെട്ടെന്ന് നമുക്ക് വയ്യാതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എളുപ്പപ്പണിയാണ് കൂടുതലും നോക്കുന്നത്. എനിക്കങ്ങനെയാണ്. ഞാൻ വയ്യാതൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതലും നോക്കുന്നത്. അല്ലാതെ സമയമെടുത്ത് നമ്മുടെ ശരീരം നോക്കാതെ കിടന്ന് പണിതാൽ നമ്മൾ തന്നെ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ആരും കാണുകയില്ല. നമുക്ക് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. വേദനയാണേലും നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ എളുപ്പം എനിക്ക് പണി തീർക്കാൻ പറ്റുന്ന രീതിക്കാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വെള്ളമെല്ലാം ശകലോടെ വെള്ളം ഉണ്ടായിരുന്നു, അതെല്ലാം പറ്റി. ഇത് കണ്ടോ, ബീൻസിനൊന്നും നമ്മൾ ചതച്ച് വെക്കുന്ന പോലെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ കൂടുതലും ഉണ്ടല്ലോ. എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് കൂടുതലും ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ മേമ ഇതുപോലെ കേട്ടോ. പാവത്തിന് രാവിലെ
പിള്ളേരെ എല്ലാം സ്കൂളിൽ വിടണം, സ്കൂളിൽ പോകണം. അങ്ങനെ ആ ഒരു തിരക്ക് വരുമ്പോഴല്ല മേമ പറന്ന് നടന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ മേമ ഇങ്ങനെ ചെയ്യും. പക്ഷെ എന്നാ ചെയ്താലും നല്ല രുചിയാട്ടോ, എങ്ങനെ വെച്ചാലും മേമ പെട്ടെന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്പീഡാണ്. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം വിട്ടതിന് ശേഷമാണ് മേമ പിന്നെ സ്കൂൾ വരെ നടന്നത്. ഞാനൊരു മേമ എടുക്കുന്നതായിരുന്നു പഠിക്കുക വെച്ചിട്ടുള്ള കൂടുതലും. അപ്പം ഞങ്ങൾ മേമയുടെ 2 മക്കള് ഞാൻ, അപ്പം ഞങ്ങൾ 3 പേരെയൊക്കെ വിട്ടതിന് ശേഷമാണ് മേമ പിന്നെ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ധൃതി വെച്ച് ചെയ്യുമ്പം രാവിലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും അടുക്കള ഒന്നും സഹായിക്കാൻ പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴതൊക്കെ ഓർക്കുമ്പം പാവം തോന്നാറുണ്ട്. കാര്യം രാവിലെ മേമേനെ പ്രത്യേകിച്ച് ഒരു സഹായത്തിനും ചെയ്യില്ല. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകിയിടും, പിന്നെ മേമയുടെ ഒക്കെ വേണ്ടി അങ്ങനെ തുണിയൊക്കെ ഒന്ന് കഴുകിയിടും. അടുക്കള തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അതൊക്കെ ഓർക്കുമ്പോൾ കഷ്ടം തോന്നാറുണ്ട്. ഇപ്പോൾ അതൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഓർക്കും കേട്ടോ. മേമ എന്തോരം പീഡിച്ച്. അതായത് സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ മേമയ്ക്ക് അതിൻ്റെ റെസ്റ്റ് ഉണ്ടോ? വിട്ടു വന്നു കഴിഞ്ഞാൽ 4 മണിക്കത്തേക്കുള്ളത്, രാത്രിയിലേക്കുള്ളത്, അങ്ങനെ ആ ഒരു രീതി അടുത്തത്. അപ്പം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഒരിക്കലും കുറച്ചൊക്കെ കിട്ടിയേക്കുന്നത്, ഇങ്ങനെ പെട്ടെന്നൊക്കെ ഉള്ള തട്ടിക്കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല കേട്ടോ. അമ്മ പറയാം അങ്ങനല്ല, അത് കല്ലേൽ ചതച്ച് തന്നെ ചെയ്യണം, എന്നാലേ അതിന് രുചി കിട്ടത്തുള്ളൂ എന്ന് പറയായിരുന്നു. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാറായി. മീൻ വറുത്ത് കഴിഞ്ഞു, ബീൻസ് തോരൻ കഴിഞ്ഞു, ചോറ് ഒന്ന് തിളപ്പിച്ച് വെച്ച് അതും കൂടെ ഊറ്റിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള ചാപ്പാട് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടേ. ചീര കുറേ കുന്നുകൂടി നിൽപ്പുണ്ടേ. ഇതെല്ലാം ഒന്ന് മാറ്റി നടുക. വലിയ ചീരയെല്ലാം ഇവിടെ തന്നെ നിർത്തി വെച്ച് ചെറുത് മാത്രമേ മാറ്റി നടുന്നുള്ളേ. ഇത് പച്ചച്ചീര കേട്ടോ, തന്നെ കിളുത്ത് വന്നാൽ ഞാൻ നട്ടതൊന്നുമല്ല. കുറേ ഉണ്ട് അവിടെ ഇവിടെ എല്ലായിട്ടും. വലിയ ചീര ഇവിടെ തന്നെ എനിക്കിട്ടെന്ന് വിചാരിച്ചു. അതിനിപ്പോൾ അടുത്ത ദിവസം പറിക്കാറാകും. ചീര എപ്പോഴും നമ്മൾ മാറ്റി നട്ടാലേ നല്ല ഇതായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങ് മുരടിച്ച് മാതിരി നിൽക്കും. കാടും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ. ഞാൻ എന്തൊക്കെ ഒത്തിരി ഉണ്ട് പറിച്ചിടാനായിട്ട്. ചുമന്ന ചീരയെല്ലാം ഉണ്ട് കേട്ടോ. ഇത്രയും കൊണ്ട് അവിടോട്ട് നടാം. ഇവിടോട്ട് നടാനാണ് നിൽക്കുന്നതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നടാനായിട്ട്. ഇതിനകത്ത് നിൽപ്പുണ്ട് കുറേ തൈകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ചീരയെല്ലാം നട്ടു. ഇനി ഇതിന് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം. ചീര നടിയിൽ മാത്രമല്ലായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ ഒന്ന് തൂക്കുമായിരുന്നു. കരികിലെല്ലാം കൂട്ടി വെച്ചേക്കുമായിരുന്നു ഞാൻ കത്തിച്ച് കളയാതെ. അവിടെയും കുറേ കരിയില ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി ഒരു കവറിനകത്തോട്ടാക്കി വെച്ച് പച്ചക്കറി നടുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ്ട്. മുൻവശം മുഴുവനും കരിയില. ഇവിടവും കൂടെ ഒന്ന് ഇനി വിറകും കൂടെ പെറുക്കി വെക്കണം. ഇതിനെല്ലാം ഇച്ചിരി വെള്ളം ഒഴിക്കണം. പിന്നെ ഇച്ചിരി കോവയ്ക്കുണ്ട്, അതും കൂടെ പറിക്കണം. അതാണ് ഇനിയുള്ള ജോലി. നാളത്തേക്കുള്ള വിറകെല്ലാം കൂടെ കീറി ഇതാണേ തീർന്നു. നമ്മുടെ വിറകിൻ്റെ എല്ലാം പരിപാടിയും തീർന്നു. അപ്പം ഞാൻ എപ്പോൾ വിറക് കീറിക്കഴിഞ്ഞാലും ആ വിറക് മുഴുവൻ ഇങ്ങനെ പൊടി തൂത്ത് കൂട്ടി വെച്ച് അത് മുഴുവൻ വാരിയെടുക്കും. അച്ഛൻ എന്നോട് എപ്പോഴും ചോദിക്കും ഇത്രയും വിറകുള്ളപ്പം പിന്നെ എന്നതിന് അമ്മ ഈ പൊടി എടുക്കുന്നതെന്ന്. പക്ഷേ ഇതൊക്കെ എൻ്റെ വീട്ടിൽ അമ്മ ചെയ്യുന്ന കണ്ടതാണ് ഞാൻ പഠിച്ചത്. അമ്മ ഇതുപോലെ വിറകെല്ലാം പെറുക്കി ഒരു പനമുറത്തിലോ അല്ലെങ്കിൽ അന്നൊക്കെ ഈ പാളയൊക്കെ ഉണ്ട്, പാളക്കകത്തോട്ടോ ഒക്കെ എടുത്ത് വെക്കും രാവിലെ അടുപ്പിൽ തീ പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട്. ഞാനും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പൊടിവിറകെല്ലാം കണ്ടാലും കളയുകയില്ല, അതെടുത്ത് വെക്കാൻ നോക്കും. മുൻവശത്തൊക്കെ നല്ല കരിയിലുണ്ട്. പക്ഷേ ഇപ്പോൾ വൈകിട്ട് തൂക്കാൻ നിന്ന് ഇതുപോലെ കാറ്റാണ്. ഈ കാറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം പറത്തിക്കൊണ്ട് വെറുതെ തൂക്കാന്നേ ഉള്ളൂ.
രാവിലെ എണീറ്റ് തൂത്താലേ ശരിയാവുള്ളൂ. ആദ്യം ഉണ്ടായ കുക്കുംബർ പോയായിരുന്നേ. ഇപ്പം അടുത്തതൊരെണ്ണം വരുന്നുണ്ട്. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഒരു വെള്ളരിക്ക ഉണ്ടായി കിടപ്പുണ്ട്, ഞാൻ ഇന്നാണ് കണ്ടത്. ഇതിൻ്റെ വള്ളി ഇങ്ങനെ പോയേക്കും. ചീര നട്ടിട്ടതൊക്കെ ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും മൊത്തം വാടി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കോവയ്ക്കൊക്കെ പറിക്കണം. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവർ വീട്ടിലോട്ട് പോയേക്കുവാണ്, ചേട്ടനും പിള്ളേരും ഒക്കെ അച്ഛൻ്റെ അടുത്തോട്ട്. അപ്പോൾ അവരും കൂടെ വരുമ്പോഴത്തേക്ക് ഇനി കോവയ്ക്ക പറിക്കാമെന്ന് ഓർത്ത് നിൽക്കാം. അന്നേരത്തേക്ക് ചീര നനയ്ക്കലും അത്യാവശ്യം പച്ചക്കറി നനയ്ക്കലൊക്കെ കഴിയും. പച്ചക്കറി നനയ്ക്കാനുള്ള ചെടി നനയ്ക്കാനുള്ള എപ്പം ഞാൻ ഓസ് എടുത്താലും ഉണ്ടല്ലോ, ഓസ് മുഴുവനും ഞാൻ എന്നിട്ട് മടക്കി എടുത്ത് അതുപോലെ സൂക്ഷിച്ച് വെക്കാം. ഇവരാര് നനയ്ക്കാൻ എടുത്താലും ഉണ്ടല്ലോ, ആ നീളത്തിൽ തന്നെ ഓസ് അവിടെ ഇട്ടേച്ച് പോത്തേ ഉള്ളൂ. അപ്പം അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കോവയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ അവരും കൂടെ കൂടി. അപ്പം എനിക്ക് കൈ എത്താത്തടത്ത് ചേട്ടനും കണ്ണനും ഒക്കെ കൂടി പറിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം കാര്യം പന്തലിലോട്ടത് കയറി വരുന്നതേ ഉള്ളൂ കോവലിൻ്റെ തൈ. അപ്പോൾ അതിൽ ഇനി കായൊക്കെ പിടിച്ച് പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട കോവയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കോവയ്ക്കെല്ലാം വെച്ച് എന്നാലും നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് പറിക്കുമ്പോൾ ഒരു സന്തോഷമാണ് എല്ലാവരും കൂടെ ഒക്കെ കൂടി. ഇവരെല്ലാം ഞാൻ പച്ചക്കറിയൊക്കെ നടുമ്പോൾ എന്നെ ഓരോ കുറ്റങ്ങൾ പറയുവേ, വേറെ പണിയില്ല, നിർത്ത്, വേറെ ഒരു ജോലിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷേങ്കിൽ ഇത് കായൊക്കെ ഉണ്ടായി കഴിയുമ്പോണ്ടല്ലോ എല്ലാവരും പറിക്കാൻ മുമ്പിലുണ്ട്. അന്നേരം ഞാൻ ചോദിക്കും, ഇപ്പോൾ ഇത് പറിക്കാൻ എല്ലാവർക്കും സന്തോഷമാണല്ലോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കുറേശ്ശെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഞാൻ ഇതിനൊക്കെ നട്ടാലൊന്നും ഒന്നും പറയാത്തത്. കാര്യം ഇതിൻ്റെ വിളവെടുപ്പാകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂടി നല്ല പറിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെയുള്ള നമ്മുടെ അടുക്കള വശത്ത് ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം, അതെല്ലാ വീട്ടമ്മമാർക്കും ഒരു സന്തോഷമാണ്. പിന്നെ പലർക്കും അവരവരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നടാനുള്ള സൗകര്യക്കുറവ്, അതൊക്കെ കൊണ്ടാണ് കൂടുതലും ആൾക്കാർ നടാത്തത്. പക്ഷേ എന്നാന്ന് പറഞ്ഞാലും ഏതൊരു വീട്ടമ്മയാണേലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പച്ചക്കറി തൈയെങ്കിലും നട്ടു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കാന്താരിയെങ്കിലും നട്ടു വെച്ചാൽ, അതിൽ നിന്നൊരു കാന്താരി പറിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ ഇത്രയൊക്കെയാണ് കിട്ടിയത്. അപ്പം നാളത്തേക്കുള്ള മെഴുകുവരട്ടിക്കുള്ള കോവയ്ക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.